ഷഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഷഹൻഷാ ഫെസ്റ്റ് 2025 രാവിലെ മുതൽ വിവിധ മത്സര പരിപാടികളോടെ ചിറ്റൂർ അങ്കംപറ്റി ഭാഗത്തെ കലാകായിക പ്രേമികൾക്ക് ആസ്വാദനം നൽകിക്കൊണ്ടിവിടെ നടന്നു വരികയാണ്. നിരവധിയായ മത്സര പരിപാടികൾ ഇനിയും നടക്കുവാനുണ്ട്. അതോടൊപ്പം തന്നെ ഗാനമേള ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചടങ്ങിൽ ബഹുമാന്യനായ കോട്ടയം MP ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് അവറുകൾ ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിൻ്റെ പേരിൽ ഈ സമ്മേളന നഗരിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ആശംസ അർപ്പിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമുകൾ കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഗാനമേളയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേജ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1-2 മത്സരങ്ങൾ കൂടി നടക്കുവാനുണ്ട്. അദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനുള്ളതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ച നമ്മളോടെല്ലാം ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഇടുക്കിയിലെ മുൻ MP കൂടിയായിരുന്ന ഇപ്പോൾ കോട്ടയം MP ആയിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കും. സമ്മേളന അധ്യക്ഷൻ മണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ PS ജേക്കബ്, ഈ ഫെസ്റ്റിൻ്റെ കോർഡിനേറ്റർ ശ്രീ അൻവർ ഹുസൈൻ, ഷഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ NV സിബി, ശ്രീ ജോസ് കോനാട്ട്, അതുപോലെ ശ്രീ VM ഫിലിപ്പച്ചൻ, ഇവിടെ വേദിയിലുള്ള ശ്രീ TR സോമൻ, ശ്രീ A ജയൻ, ശ്രീ ജിജോ ജോർജ്, ശ്രീ M മധു, ശ്രീ ടോണി കുര്യാക്കോ, ശ്രീ ജോമോൻ ഫിലിപ്പ്, ശ്രീമതി ജീന അനിൽ, ശ്രീ B ബിനോയ്, അഡ്വക്കേറ്റ് ജോർജ് മാത്യു, ശ്രീ തോമസ് ജോൺ, ക്ലബിൻ്റെ ബഹുമാനരായ ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഷഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചിറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 32 വർഷം ആകുന്ന ഈ അവസരത്തിൽ എല്ലാവരുടെയും സന്തോഷത്തിൽ, ക്ലബിൻ്റെ ഭാരവാഹികളുടെ, അംഗങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും ആത്മാർത്ഥമായി പങ്കുചേരുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ MP ഡീൻ കുര്യാക്കോസ് ആയിരുന്നു ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് ഒരു പരിപാടിക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് എന്നോട് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ആശംസകൾ പ്രത്യേകമായി അറിയിക്കണമെന്നും എല്ലാം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ ഭാരവാഹികൾ പറയുകയായിരുന്നു, ഞാൻ നേരത്തെ ഇടുക്കിയുടെ പാർലമെൻ്റ് അംഗമായിരുന്ന അവസരത്തിൽ ഇതുപോലെ ഈ ക്ലബിൻ്റെ പരിപാടിക്ക് വരാമെന്ന് ഏറ്റിരുന്നു. അന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണെങ്കിലും അത് വളരെ നന്നായി ഇങ്ങനൊരു അവസരം ലഭിച്ചത്. അന്നത്തെ ആ കുറവ് നികത്താൻ എനിക്ക് ഭാഗ്യവശാൽ ഒരു അവസരം ഇങ്ങനെ ഈ പ്രാവശ്യം ലഭിച്ചു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പരിപാടികൾ മുഴുവൻ പങ്കെടുക്കാനും ആദ്യാവസാനം നിങ്ങളോടൊപ്പം ഉണ്ടാകാനും കഴിയാത്ത സ്ഥിതിയാണ്. പരിപാടികൾ ഇങ്ങനെ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് ഞാൻ രാവിലെ ആരംഭിച്ചതാണ്. എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് പനി, ജലദോഷമൊക്കെ ആയി സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഞാൻ കോട്ടയത്തെല്ലാം പോയി കറങ്ങി വരുന്ന വഴിയാണ്. എനിക്ക് എറണാകുളത്തൊരു പരിപാടിയുണ്ട്, തിരിച്ച് വീണ്ടും കോട്ടയത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പരിപാടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നത്. സദയം ക്ഷമിക്കണം. ഞാൻ അതുകൊണ്ട് തന്നെ ദീർഘമായി ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ കലാപരിപാടികൾ അല്ലെങ്കിൽ കായിക പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു കാര്യമാണ് ഇതുപോലുള്ള ക്ലബ്ബുകൾ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ വിശേഷ അവസരങ്ങളിൽ ഇതുപോലെ എല്ലാവരെയും, നാട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ, കുട്ടികളുടെയൊക്കെ കായിക പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിൽ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനുള്ള നല്ലൊരു വേദിയായി ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് മാറിയിരിക്കുകയാണ്. നമ്മളിന്ന് വലിയ ഒരു സംഘർഷം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 2025 ഈ സംഘർഷങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ, ലോകത്ത് മാനവരാശിയുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
കഴിഞ്ഞ വർഷം നമുക്കറിയാം വലിയ സംഘർഷങ്ങളുടേതായ ഒരു കാലഘട്ടമായിരുന്നു. അത് പുതിയ വർഷത്തിലേക്ക് കടന്നെങ്കിലും സംഘർഷങ്ങൾ പൂർണ്ണമായി തീർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് പൂർണ്ണമായി തീരണം, ഒഴിവാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2025 ആരംഭിച്ച ഈ അവസരത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇനിയുള്ള നാളുകളെ നോക്കിക്കാണുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജീവിതത്തിൽ സമാധാനമുണ്ടായില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഭൗതികമായി എത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ജീവിതം ദിനങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും അതുപോലെ തന്നെ സ്വസ്ഥതയുമൊക്കെ ആവശ്യമാണ്. ഇന്നിപ്പോൾ ലോകത്ത് എവിടെ പ്രശ്നങ്ങളുണ്ടായാലും അത് നമ്മെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം മലയാളികൾ നമുക്കറിയാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഇന്ന് സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന മേഖലകളിലെല്ലാം മലയാളികളുണ്ട്. അപ്പോൾ അവരുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് കരുതി നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിലും അത് ശരിയല്ല എന്നുള്ളതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്ന ചെഗുവേര അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എഴുതിയൊരു കത്തിൽ പറഞ്ഞത്, അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞത്, ലോകത്തെവിടെ ആര് ദുഃഖിച്ചാലും ആർക്ക് വിഷമമുണ്ടായാലും അത് നമ്മുടേത് കൂടിയാണ് എന്ന് നമ്മൾ കരുതണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്, തൻ്റെ മക്കളെ ഉപദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ന് പശ്ചിമേഷ്യയിൽ അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം വലിയ ഒരു സംഘർഷമാണ് നമ്മുടെ ലോകത്ത് മാനവരാശി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം മലയാളികളുണ്ട് എന്നുള്ളതാണ്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ്, അവിടെ പഠിക്കാൻ പോയവരെയാണ് നമുക്ക് അവിടെ നിന്ന് ഒഴിപ്പിച്ച് കൊണ്ടുവരേണ്ടി വന്നത്. അതുപോലെ ഇതാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ. അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അത് നേരിട്ട് ആദ്യം ബാധിക്കുന്നത് കേരളത്തിലെ നമ്മളെയൊക്കെയാണ്. കാരണം നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ എല്ലാ മേഖലയിലും എല്ലാ പ്രദേശത്തും വിവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ പണ്ട് ഷാർജയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരി ഞങ്ങളോട് പറയുകയുണ്ടായി, അന്ന് നമ്മുടെ കാർഗിൽ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ എനിക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഉള്ളത് എൻ്റെ ഈ രാജ്യത്താണ്, കൊച്ചു രാജ്യത്താണ്. അവിടെ പ്രശ്നമുണ്ടായി ആ പ്രശ്നം ഇവിടെ വന്നാൽ അത് നിയന്ത്രിക്കാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരും എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത്രയേറെ സ്വാധീനമാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, കേരളത്തിൽ നിന്നുള്ളവർ ആ മേഖലയിലൊക്കെ ചെലുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിലും കുറേയേറെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അവിടെയൊക്കെ നമ്മളുടെ ഈ നാടിൻ്റെ, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിങ്ങനെ ഒരു രാജ്യമില്ല. ഇത്രയേറെ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങൾ, വിവിധ ജാതിമത വിഭാഗങ്ങൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ ആചാരമര്യാദകൾ പിന്നിടുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിവിധ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിതവും ജീവിതക്രമങ്ങളും രീതികളും എല്ലാമുള്ള ഈ രാജ്യം, എന്നാൽ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ള ആ ഒരു സ്പിരിറ്റോടുകൂടി, ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കഴിഞ്ഞ 7.5 പതിറ്റാണ്ടിലേറെ കാലമായി നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളത് ലോകത്തിൽ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും വലിയൊരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ രാജ്യത്തോടുള്ള നമ്മുടെ കൂറ്, നമ്മുടെ ഈ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കണമെന്നുള്ള നമ്മുടെ വലിയ ആഗ്രഹവും അത് ഉറപ്പാക്കണമെന്നുള്ള ദൃഢനിശ്ചയവും, ഇതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം പകരുന്ന വസ്തുതകളാണ്. അപ്പോൾ ഈ നാനാത്വത്തിലെ ഏകത്വം അത് നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകണം. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഒട്ടേറെയുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു പങ്ക് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് എല്ലാവരുടെയും ഒരു പരസ്പര സഹകരണത്തോടു കൂടി ഇങ്ങനെയുള്ള ആ ഒരു നമ്മളുടെയൊക്കെ സമൂഹത്തിലെ ആ ഒരു ഇഴയടപ്പം വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു പരിശ്രമം, അത് തീർച്ചയായിട്ടും വളരെ വളരെ ശ്ലാഘനീയമാണ്. അതിൽ ഈ മേഖലയിൽ നമ്മുടെ ഈ ക്ലബ്ബ്, ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത് നിർവഹിക്കുന്ന പങ്ക്, അതിനെ ഒരു കാരണവശാലും നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയുകയില്ല. ഷെഹൻഷായുടെ ഭാരവാഹികൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കാൻ, എല്ലാവിധത്തിലും അവരുടെ കലാപരമായിട്ടുള്ള കായികമായിട്ടുള്ള കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ,
അതിനെ ഞാൻ അവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. നല്ല പ്രസ്ഥാനങ്ങൾ തുടങ്ങി പെട്ടെന്ന് അവസാനിക്കുക എന്നുള്ളതല്ല, അതിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒട്ടേറെ കഠിനാധ്വാനമുണ്ട്. ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ തന്നെ അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരുടെയും സഹകരണം തേടിക്കൊണ്ട് അത് തീർച്ചയായിട്ടും നാട്ടുകാരുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടാകും. അങ്ങനെ ആ സഹകരണം തേടി ഒരു പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ ഇതുപോലെ സായാഹ്നത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടി ആഘോഷിക്കാനുള്ള വേദി ഒരുക്കിയ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്രിയങ്കനായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, നമ്മുടെ പ്രിയപ്പെട്ട MP, ഈ നാടിനു വേണ്ടി, ഈ നമ്മുടെ ഈ മലയോര കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒക്കെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ, പാർലമെൻറ്റിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. ഇടുക്കിയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കോട്ടയത്തിൻ്റേത് കൂടി പ്രശ്നങ്ങളാണ്. കാരണം കോട്ടയമാണ് മാതൃജില്ല. കോട്ടയം ജില്ലയിൽ നിന്ന് വിഭജിച്ചാണ് ഇടുക്കി ജില്ലയ്ക്ക് രൂപം കൊടുത്തത്. അപ്പം അതുകൊണ്ട് കോട്ടയവുമായി ഇടുക്കി ജില്ലയ്ക്ക് ഒരു പൊക്കിൾക്കൊടി ബന്ധം എക്കാലത്തുമുണ്ട്. അതുകൊണ്ട് കോട്ടയത്തിൻ്റെ MP എന്നുള്ള നിലയിൽ എനിക്ക് ഇടുക്കിയിൽ വരാൻ, അതുപോലെ തന്നെ ഇടുക്കിയിലെ മുൻ MP എന്നുള്ള നിലയിലൊക്കെ എനിക്ക് വരാനും ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പാർലമെൻറ്റിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും മലയോര മേഖലയിലെ നമ്മുടെ ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങൾ, നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യങ്ങൾ, NHുമായി നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങളെപ്പോഴും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകും എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ക്ലബിൻ്റെ 32ാമത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം, അത് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം വിനയപൂർവ്വം ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ അദ്ദേഹം എന്നോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, അഭിവാദനങ്ങൾ. ക്ലബിനെ പ്രസിഡന്റാണ്.